ആഘോഷങ്ങൾ അവസാനിച്ചാലും VM സൂപ്പർ വാല്യുവിൽ ഓഫറുകൾ അവസാനിക്കുന്നില്ല. ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഒരു കുടക്കീഴിൽ. VM സൂപ്പർ വാല്യൂ ആൻഡ് ഡിജി വേൾഡ്, ചേലക്കര, മുള്ളൂർക്കര, വാഴക്കോട്. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് PMAYG കുടുംബ സംഗമം നടന്നു. യോഗം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. മുമ്പ് കോസ്റ്റ് ബോർഡ് വീട് വെക്കുന്നതിന് നിർവഹണ ഏജൻസി ആയിട്ട് ഈ പഴയ നമ്മുടെ ചില ആവാസ് യോജനകൾ വേറെ ഉണ്ടായിരുന്നല്ലോ, IAY പോലെയുള്ള. അന്ന് നോർത്ത് ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും വീട് വെക്കാൻ ഇവരെ കോസ്റ്റ് ബോർഡിനെ തിരഞ്ഞെടുത്തു. ചിലവ് കുറഞ്ഞ മാതൃകയിൽ വീട് അവരവിടെ ചെന്ന് വീടൊക്കെ വെച്ച് തറ പണിതു, ചുമര് പണിതു, കട്ടില വെച്ചു. പിന്നെ വാതില് കൂട്ടിച്ചേർക്കാൻ ചെന്നപ്പോൾ അവിടുത്തെ പ്രമാണിമാർ തടഞ്ഞു. ഇവിടെ അങ്ങനെ താഴെത്തട്ടിലുള്ള ആളുകൾക്ക് വീടിന് വാതില് വെക്കുന്നതിനെ തടഞ്ഞു. പോലീസും കളക്ടറും ഒക്കെ ഇടപെട്ടിട്ടും അവിടുത്തെ ജാതി പ്രമാണിമാർ അന്ന് വീടിന് വാതിൽ വയ്ക്കാൻ സമ്മതിച്ചില്ല. പിന്നെ ഒരു വലിയ പരിശ്രമം കഴിഞ്ഞിട്ട് 3-4 വർഷം കഴിഞ്ഞിട്ടാണ് വീടിന് വാതിൽ കൊടുത്താൻ അനുമതി കിട്ടിയത് എന്ന് കോസ്റ്റ് ബോർഡിന്റെ അവരെന്നോട് ഞങ്ങളിങ്ങനെ കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ പറഞ്ഞു. അപ്പോൾ അവിടെ അതൊന്നും ആവശ്യമില്ല, ഈ പറയുന്ന തരത്തിലുള്ള വീടുകളാണുള്ളത്. പക്ഷെ കേരളത്തിൽ എങ്ങനെയാണ് നമ്മുടെ വീട്? ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് അഷറഫ് അധ്യക്ഷത വഹിച്ചു. പാർപ്പിട പ്രശ്നം പരിഹരിക്കാൻ തന്നെയാണ് മുഖ്യ പരിഗണന നൽകേണ്ടത് എന്ന ഏകാഭിപ്രായം ഉയർന്നു വരികയും ആകാവുന്നത്ര ഗുണഭോക്താക്കളിലേക്ക് ഈ ഭരണസമിതിയുടെ കാലത്ത് തന്നെ PMAYയുടെ ഗുണം ലഭ്യമാക്കുന്ന തരത്തിൽ ആ പദ്ധതി രൂപപ്പെടുത്തുകയും വേണം എന്ന അഭിപ്രായമാണ് ഉയർന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്വാഭാവികമായും ഭവന നിർമ്മാണ മേഖലയ്ക്ക് പദ്ധതി വിഹിതമായി 20% സംഖ്യ നീക്കിവെക്കേണ്ടതുണ്ട്. അതിനുശേഷം വരുന്നത് മറ്റു വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് വിനിയോഗിക്കാറ്. ബ്ലോക്ക് പഞ്ചായത്ത് ഹൗസിംഗ് ഓഫീസർ ശ്രീനിവാസൻ പദ്ധതി വിശദീകരണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രശാന്തി, ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ S. നായർ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ മായ ടീച്ചർ, സാബിറ, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ആൽഫ്രഡ് സോജൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. റൈറ്റ് വിഷൻ ന്യൂസ്, പഴയന്നൂർ.